ഈ തിളക്കണ തിള കണ്ട വായിൽ കപ്പലൊടിക്കാം. ബീഫ് കറി ഇഷ്ടമില്ലാത്ത മലയാളിയുണ്ടോ? അതും നല്ല കുറുകിയ ചാറോട് കൂടിയ കോട്ടയത്തിൻ്റെ സ്വന്തം അസൽ ബീഫ് കറി കൂട്ടി കപ്പയോ പൊറോട്ടയോ കഴിക്കണം. ആഹാ അന്തസ്. അപ്പോൾ ഇന്നത്തെ രുചിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കണ്ടു നോക്കണേ. കൂടെ തന്നെ വിച്ചൂസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. എന്നാൽ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ബീഫ് കറിക്കായി ഞാൻ ഇന്നിവിടെ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു വലിയ പാത്രത്തിലേക്ക് നല്ല ഫ്രഷ് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് കറിക്കാണെങ്കിൽ പോത്തിൻ്റെ കാലിലെയും കൈയിലെയും മാംസം അല്പം നെയ്യും ചേർത്ത് തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത്. അപ്പം നല്ല അലുവ കഷ്ണം പോലത്തെ ബീഫ് പാത്രത്തിലായി. ഇനി ബീഫിലേക്ക് 1-2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. പുറമെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഉലച്ച് 3-4 തവണ കഴുകിയെടുക്കാം. ബീഫും ചിക്കനും പന്നിയുമൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുക്കാനായി അല്പം വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയേ. ആ ഉളുമ്പ് മണവും ബ്ലഡിൻ്റെ മണവും മാറിക്കിട്ടുകയും ചെയ്യും. ബീഫൊക്കെ നല്ല പളുങ്ക് പോലെ വെട്ടിത്തിളങ്ങി കിട്ടുകയും ചെയ്യും. രണ്ട് 3 തവണ വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ ഉലച്ച് പിഴിഞ്ഞ് വെള്ളം മുഴുവൻ മാർന്നു പോകാനായി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല പളുങ്ക് പോലത്തെ ബീഫ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. നിങ്ങളും ഇനി മുതൽ വിനാഗിരി ചേർത്തൊന്ന് ബീഫ് വൃത്തിയാക്കി നോക്കണേ, വ്യത്യാസം തിരിച്ചറിയാം. കോട്ടയത്തിൻ്റെ ബീഫ് കറി എപ്പോഴും നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന സംഭവമാണ്. ഓർക്കുമ്പോൾ തന്നെ കൊതിയാവും. പിന്നെ നല്ല അടിപൊളി ബീഫ് കറി കഴിക്കണമെങ്കിലോ അതിന് കോട്ടയത്തേക്ക് തന്നെ വണ്ടി കയറണം മക്കളെ. മറ്റൊന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത ഒരനുഭവം തന്നെ. ഇനി നല്ല നാടൻ ബീഫ് കറിക്കുള്ള പണികൾ തുടങ്ങാം. ഒരു വലിയ പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നു കളഞ്ഞ ബീഫ് ഇട്ട് കൊടുക്കാം. മാരിനേഷനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വിതറാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ചെടുത്ത കുരുമുളകോ കുരുമുളക് പൊടിയോ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പുറമെ നല്ല ഫ്രഷ് കറിവേപ്പിലയും വിതറി അല്പം വിനാഗിരിയും ചേർത്ത് എല്ലാം കൂടെ കൈകൊണ്ട് നന്നായി തിരുമ്മി ചേർത്തെടുക്കണം. ഞങ്ങൾ കോട്ടയംകാർക്ക് പൊതുവെ എന്ത് കറിക്കും അല്പം എരിവ് മുമ്പിൽ തന്നെ വേണമെന്നത് ഒരു നിർബന്ധമാണേ. തന്നെയല്ല, നാടൻ കറികളിൽ പ്രത്യേകിച്ചും ബീഫ് കറിയിൽ കുരുമുളക് ചതച്ചിട്ടാൽ അപാര ടേസ്റ്റാണെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബീഫിൽ മസാലയെല്ലാം നന്നായി തന്നെ തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവനെ സൈഡിലേക്ക് മാറ്റി ഒന്ന് റെസ്റ്റിന് വിടാം. 10-15 മിനിറ്റിന് ശേഷം ഒരു കുക്കറിലേക്ക് മാരിനേറ്റ് ചെയ്ത ബീഫ് ചേർത്ത് കൊടുക്കാം. വലിയ മൺചട്ടിയുണ്ടെങ്കിൽ വിറകടുപ്പിൽ ബീഫ് നന്നായി വേവിച്ചെടുത്താൽ പൊളിക്കും. ആ നാടൻ രുചിക്ക് എപ്പോഴും വിറകടുപ്പാണ് ബെസ്റ്റ്. നമ്മൾ തൽക്കാലം ഇന്ന് കുക്കറിലിട്ട് 4-5 വിസിൽ വരുന്നത് വരെ വളരെ പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കാൻ പോവാണേ. കുക്കറിലേക്ക് ബീഫ് ഇട്ട ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫിൽ ആവശ്യത്തിന് ജലാംശമുള്ളത് കൊണ്ട് തന്നെ അല്പം വെള്ളം ചേർത്താൽ മതിയാകും. ഇനി വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ളം അമിതമായാലാണ് പ്രശ്നം. ബീഫ് വെന്ത് നെയ്യെല്ലാം കുക്കറിന് മുകളിൽ ചാടി സ്റ്റൗ ഒക്കെ കുളമാകും. അങ്ങനെ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് അടുപ്പ് കത്തിച്ച് ഒരു ചുവടുകട്ടിയുള്ള ഉരുളിയോ ചീനച്ചട്ടിയോ വെച്ച് കൊടുക്കാം. ഉരുളി നന്നായി ചൂടായി വരുമ്പോഴേക്കും 1/2 കപ്പ് നല്ല നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ മൂത്ത് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും ആവശ്യത്തിന് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിയാലുടൻ തന്നെ 4-5 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളകെല്ലാം ഒന്ന് മൂത്ത് നിറം മാറി വരുന്ന സമയത്ത് നീളത്തിലരിഞ്ഞ 3 വലിയ സവാളയും 10-12 കൊച്ചുള്ളി നുറുക്കിയതും ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ പച്ചമുളക് നീളത്തിലരിഞ്ഞതും അല്പം ഉപ്പും ആവശ്യാനുസരണം കറിവേപ്പിലയും വാരി വിതറി കൊടുക്കാം. കൂടാതെ 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ചേർത്ത് തീ അല്പം കൂട്ടിവെച്ച് ഈ ചേരുവകളെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം.
നമ്മൾ ഇന്ന് നാടൻ സ്റ്റൈൽ ബീഫ് കറി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ആ നാടൻ മണത്തിനും ഗുണത്തിനും നല്ലത്. പിന്നെ കൊച്ചുള്ളി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ നാടൻ രുചി 100% ഉറപ്പാണ് കേട്ടോ. ഇളം തീയിൽ 5-6 മിനിറ്റ് കൊണ്ട് തന്നെ സവാളയും ഉള്ളിയും എല്ലാം ആവശ്യത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുമ്പോൾ തന്നെ പൊടികളൊക്കെയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ശുദ്ധമായ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂണോളം മീറ്റ് മസാലയും ചേർത്ത് കരിഞ്ഞു പോകാതെ മസാലക്കൂട്ടുകളെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചുവടുകട്ടിയുള്ള ഉരുളിയായതിനാൽ തന്നെ മസാലകളെല്ലാം മൂത്ത് കിട്ടാൻ അല്പം സമയമെടുത്താക്കാമേ. ഏകദേശം 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ആ പച്ച മസാലയുടെ മണമൊക്കെ മാറി നന്നായി മൂത്ത മസാലയുടെ മണം വന്നു തുടങ്ങുമ്പോഴേക്കും നുറുക്കി വെച്ച ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മസാലയിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം തക്കാളി നന്നായി വെന്തുടഞ്ഞ് വരുന്നത് വരെ ചെറു തീയിലിട്ട് മസാലയെല്ലാം നന്നായി ഇളക്കിയെടുക്കണം. ഏകദേശം 2-3 മിനിറ്റിന് ശേഷം മസാലയിൽ നിന്നും എണ്ണ പിരിഞ്ഞ് മസാല തിക്കായി വരുന്ന സമയത്ത് നേരത്തെ കൊത്തിവെച്ച തേങ്ങാപ്പൂളും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തേങ്ങ പച്ചയ്ക്ക് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് ചേർക്കാവുന്നതാണ്. അങ്ങനെ തേങ്ങാപ്പൂളും തക്കാളിയും മസാലയും എല്ലാം ചേർന്ന ഈ കൂട്ടിലേക്ക് നന്നായി വേവിച്ചെടുത്ത ബീഫും ചാറും ചേർത്തിളക്കി യോജിപ്പിച്ചെടുക്കാം. ചാറിനാവശ്യമായ വെള്ളവും ചേർത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം അല്പം ചേർത്ത് കൊടുത്ത് ചാറ് കുറുകി വരുന്നത് വരെ നന്നായി തിളപ്പിച്ചെടുക്കണം. കപ്പയ്ക്കും അപ്പത്തിനും ഒക്കെ അല്പം ചാറ് നീട്ടി വെക്കുന്നതാണ് നല്ലത്. പിന്നെ ചാറ് ഇത്തിരി നീട്ടി വെച്ചാലും ഉരുളിയിലിരുന്ന് തണുക്കുമ്പോൾ ചാറൊക്കെയും നല്ല കട്ടിയായിക്കോളും. അവസാനം അഡാർ ഐറ്റം നല്ല കുരുമുളകിട്ട കോട്ടയത്തിന്റെ സ്വന്തം പെർഫെക്റ്റ് ബീഫ് കറി റെഡി. എല്ലാവരും മസ്റ്റായിട്ട് റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കല്ലേ. സ്വാദറിയിക്കണം. കൂടാതെ മറ്റു രുചികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. തുടർന്നുള്ള രുചികൾക്കായി കാത്തിരിക്കുക. ബൈ ഫ്രം വിച്ചൂസ്. എല്ലാവരും അടിച്ചു കയറി വാ.